ബിഗ് ബോസിലെ ജാസ്മിൻ ഗബ്രി കോംബോ ഗബ്രിയുടെ പുറത്താകലിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ കോംബോ രണ്ട് മത്സരാർത്ഥികൾക്കും ഒരുപോലെ തിരിച്ചടിയാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു. തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും പുറത്താകേണ്ട മത്സരാർത്ഥിയായിരുന്നില്ല ഗബ്രി എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗബ്രി പോയതോടെ ജാസ്മിൻ എങ്ങനെയായിരിക്കും മത്സരിച്ച് മുന്നേറുക എന്നുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട്. ഒരു നല്ല ഗെയിം പ്ലാനോടെ വന്നിരുന്നുവെങ്കിൽ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി ജാസ്മിൻ മാറിയേനെയെന്നും ഒരു വിഭാഗം പേർ പറയുന്നു. എത്ര എലിമിനേഷൻ ലിസ്റ്റിൽ വന്നാലും ജാസ്മിൻ പുറത്തേക്ക് പോകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതിനുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ്റെ കുറിപ്പ്: ഒരു നല്ല ഗെയിം പ്ലാനോടെ വന്നിരുന്നെങ്കിൽ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെയുള്ളതിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ വാരിക്കോരാൻ അവസരം ലഭിച്ച വ്യക്തിയായി ജാസ്മിൻ ജാഫർ മാറിയേനെ. അങ്ങനെ പറയാനുള്ള കുറച്ച് കാരണങ്ങൾ നിരത്താം. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടും, പുറത്ത് ഇത്രയധികം നെഗറ്റിവിറ്റി ഉണ്ടായിട്ടും ഒരു നോമിനേഷനിൽ വന്നാലും ജാസ്മിനെ എവിക്റ്റഡ് ആക്കാൻ പറ്റാതിരുന്നത് കാരണം പുള്ളിക്കാരിക്ക് ഉള്ള സപ്പോർട്ട് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ചതല്ല. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ജാസ്മിന് 1.8 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 5 ലക്ഷത്തിലേറെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സുമുണ്ട്. വിവിധ ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തവർ ആണ് അവർ. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവരെപ്പറ്റി പറയാനുള്ള അവസരം എല്ലാം ലഭിക്കാറുണ്ട്. ഓരോരുത്തരും അവരുടെ കഥകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യസന്ധമായിരിക്കണം, അല്ലെങ്കിൽ അനിയൻകുട്ടന് വന്ന ട്രാജഡി വരാൻ ചാൻസ് ഉണ്ട്. ജാസ്മിൻ്റെ ചരിത്രങ്ങളൊക്കെയും സത്യസന്ധമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നതായിരുന്നു താരം. അതൊക്കെ അവൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇന്നത്തെ അവരുടെ കുടുംബം ഈ നിലയിൽ എത്താനുള്ള കാരണം ജാസ്മിൻ തന്നെയാണ്. ബിഗ് ബോസിൽ വിജയിച്ചാൽ ആ പൈസ കൊണ്ട് ഇനിയുള്ള കടങ്ങൾ വീട്ടണം. ഇന്നത്തെ ജാസ്മിൻ വരെ എത്തിപ്പെടാൻ ഉള്ള കഷ്ടപ്പാടുകളൊക്കെ വിവരിച്ച് ജെനുവിനായി നിന്നിരുന്നുവെങ്കിൽ പണ്ടത്തെ റോബിന് കിട്ടിയ ലെവൽ സപ്പോർട്ട് നേടിയെടുക്കേണ്ട താരമാണ് ജാസ്മിൻ. മറ്റൊരു കാര്യം, സൗന്ദര്യം കൊണ്ട് വോട്ടുകൾ നേടാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾ ആണ് ശ്രീതു അർജുൻ. ശ്രീതു അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. മലയാളം നന്നായി സംസാരിക്കാൻ പോലും അറിയാത്തത് പല ആൾക്കാരും പറയുന്നത്. അമ്മയെ അറിയാതെ എന്ന സീരിയൽ നടി. പിന്നെ നല്ല ക്യൂട്ട് ആണ്, അതുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്നാണ്. അർജുനെ പറ്റി പറയുന്നത് ക്യൂട്ട് മാത്രമാണ്, കുഴപ്പമില്ലാത്ത ഒരു പയ്യൻ, നല്ല ഹാൻസം. ഒന്ന് അറിഞ്ഞു കളിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറം എത്തേണ്ട പ്ലെയറാണ് ഗബ്രി. കാരണം നല്ല സൗന്ദര്യമുണ്ട്, നന്നായിട്ട് ടാസ്ക് കളിക്കും. ഗബ്രിയുടെ ഒരു പ്രശ്നം നാക്കിനെല്ലില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞില്ല എന്ന് കരുതുക. ഗബ്രി അർജുനെ പോലെ വള്ളിയൊന്നും പിടിക്കാതെ സംസാരം ഒക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരു വ്യക്തിത്വം കാണിച്ചിരിക്കുകയാണെന്ന് കരുതുക. ശേഷം ഈ അർജുൻ ശ്രീതു കോംബോ പോലെ ജാസ്മിൻ ഗബ്രി വന്നിരുന്നെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് വാരിക്കോരി എടുക്കാമായിരുന്നു. അങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ജിൻഡോ, സിബിൻ ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ വില്ലന്മാരുടെ റോളായിരിക്കുമായിരുന്നു.